അഡ്വക്കേറ്റ് BA ആളൂരിനെതിരെ 13 വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ പരാതി നൽകിയ പരാതിക്കാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അഭിഭാഷകയായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എൻ്റെ കയ്യിൽ നിന്ന് ലോണാക്കി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങി കബളിപ്പിച്ചു. എത്ര രൂപ? 1 വർഷമായിട്ട് 5 ലക്ഷം രൂപ എന്നെ പലപ്പോഴായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി അത് ലോണാക്കിയിട്ടില്ലായിരുന്നു. ഹൈദരാബാദ് ബേസ് ചെയ്തുള്ള മാർവാടികളുടെ നിന്നാണ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്. ബ്ലാക്ക് മണി ഉണ്ട് അവരുടെ കയ്യിൽ, അവിടെ നിന്ന് വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞത്. 120 CR ഉണ്ട്. അത് ആ 120-ൽ 80 വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ പൈസ മേടിച്ചു? എൻ്റെ 5 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങി അഡ്വാൻസ് ആയിട്ട്. അത് വേറൊന്നുമല്ല, ഇടയ്ക്ക് വെച്ച് വൈൻഡപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് എൻ്റെ ഇത് വാങ്ങുന്നത്. 25ഓളം പ്രാവശ്യം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പുള്ളി ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഞങ്ങളെ വിടും. അത് കേട്ട് വന്നു. പിന്നീട് 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇനി വന്നാൽ എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മുമ്പിൽ കുട്ടി കിടന്ന് ബേളം വെച്ചു. അപ്പോൾ എന്നെ പിടിച്ച് വലിച്ചിറക്കി കഥോടക്കുകയാണ് ചെയ്തത്. എവിടെ വെച്ചാണ് സംഭവം? അയാളുടെ ഓഫീസിൽ വെച്ചാണ്. ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്? ഇതിനു മുന്നേ പലതവണ പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ പുള്ളി മര്യാദയ്ക്കാണ് സംസാരിച്ചത്. എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിപ്പെടുത്തിയ വെച്ചാൽ പുള്ളി അപ്പം തന്നെ തോക്കെടുക്കുക, എൻ്റെ തോക്കുണ്ടെന്ന് പറഞ്ഞ് തോക്കെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും അപ്സെറ്റായി. വീണ്ടും ഞാൻ അയാളോട് പറഞ്ഞു, വാങ്ങിയാൽ എനിക്ക് തിരിച്ച് ഞാൻ വാങ്ങിക്കും, എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച് തള്ളി പുറത്താക്കിയത്. അങ്ങനെയാണ് ഞാൻ നേരെ വന്ന് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തത്. പോലീസുകാരെന്താണ് പറഞ്ഞത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളി വരട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നു, പുള്ളി കോംപ്രമൈസിന് വേണ്ടി വന്നു. CA ആയിട്ട് അവർ കോംപ്രമൈസ് സംസാരിക്കാൻ വിളിപ്പിച്ചപ്പോൾ CA പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കേസ് എടുക്കാനാണോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കേസ് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കേസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അമ്മ ഒരു 13 വയസ്സുകാരിയുടെ മുമ്പിൽ വെച്ച് വളരെ എന്താ പറയുക, അതൊരു വാക്കുകളില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വളരെ ഒരു ക്രൂരമായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും അഡ്വക്കേറ്റ് BA ആളൂരിനെതിരെ തുടർച്ചയായ 2ാമത്തെ പരാതിയാണ് ഇപ്പോൾ. ഇതിനു മുൻപ് വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയോട് അതിക്രമം കാട്ടിയെന്ന രീതിയിലൊരു പരാതി ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊരു ഗുരുതരമായ പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ക്യാമറമാൻ ജോയ് CR-നൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.